നമുക്ക് വേണ്ട ആരോഗ്യവും സൗഖ്യവും ഒക്കെ നൽകി നമുക്ക് എല്ലാവർക്കും സ്തുതിക്കാം, ദൈവത്തെ സ്തുതിക്കാം. ഏകദേശം 230-240 പേർ നമ്മുടെ സംസ്ഥാനത്തിൽ മരിച്ചിട്ടുണ്ട്. പക്ഷെ മരണത്തിൽ നിന്നുമുള്ള നീക്കുപോക്കുകൾ അവർ നമുക്ക് നൽകി. ആശുപത്രികളിലൊന്നും സ്ഥലമില്ല. വളരെ ഭീകരമായിട്ട് നമ്മുടെ സംസ്ഥാനത്തിലെ പകർച്ചവ്യാധികൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇത്രയും പേർക്ക് അവരുടെ സാന്നിധ്യം കൂടുവാൻ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു. എല്ലാ ദൈവമക്കൾക്കും ദൈവത്തിന് സ്തുതിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാവുന്ന ഭാഷയിൽ ദൈവത്തിന് നമ്മൾ എന്ത് അനുഭവിച്ചു, ഈ ദിവസങ്ങളിൽ അവന്റെ എന്തെല്ലാം കരുതൽ നമ്മൾ അനുഭവിച്ചു, അതെല്ലാം ഓർത്തുകൊണ്ട് എല്ലാ ദൈവമക്കളും ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. ഇന്നും അവന്റെ കരുതൽ നമുക്കുണ്ടായിരുന്നു. നമ്മുടെ വാഹനങ്ങളിലും ഒക്കെ യാത്ര ചെയ്തു നമുക്ക് അപകടവും അനർത്ഥങ്ങളും ഒന്നും ഭവിക്കാതെ അവൻ നമ്മളെ കരുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും വാഗ്ദാനം തുറന്നുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൂതരോടൊപ്പം, സ്വർഗ്ഗത്തിലെ ദൂതരോടൊപ്പം ചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അവിടുന്ന് സ്തുതികൾക്ക് യോഗ്യനാണ്. അവിടുന്ന് അറുക്കപ്പെട്ട കുഞ്ഞാട്. അവൻ നമുക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി നിരന്തരം അവൻ യാചിക്കുന്നു. അവൻ പക്ഷപാതം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മളെ കരുതുവാൻ, നമ്മളെ ഈ ഭൂമിയിൽ നിലനിർത്തുവാൻ, നമുക്ക് വേണ്ടത് ലഭിക്കുവാൻ, നമ്മളെ നിശ്ചയത്തോളം നടത്തുവാൻ ഒക്കെ അവൻ ഇന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു. ഒന്നിന് നമുക്ക് യോഗ്യതയില്ല. അവന്റെ കൃപ, അവന്റെ കൃപ, അവന്റെ കൃപ ഒന്ന് മാത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഈ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരെ നീ പരിപാലിച്ചല്ലോ. അവർക്ക് കൊടുത്ത വിടുതലുകൾക്കായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിന്നെ സ്തുതിക്കുന്നു അപ്പാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് എത്രയും പേർക്കായിട്ട് ഇവിടെ ഒത്തുകൂടുവാൻ നീ കൃപ ചെയ്തല്ലോ കർത്താവേ. ഞങ്ങൾ അതിനായിട്ട് നന്ദി പറയുന്നു. നീ ഞങ്ങളുടെ മധ്യത്തിൽ വന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ. ഓ വി പ്രൈസ് യു ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. നന്ദിയോടെ ഞങ്ങൾ വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. നമുക്ക് ഈ സമയം നമുക്ക് ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ചന്ദ്രണ്ണൻ 3 നില വർഷമായി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. തന്റെ ഒരു വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ആ കുടുംബം വളരെ ആഗ്രഹത്തോടെ ഇരിക്കുന്ന ഒരു കാര്യമുണ്ട്. താൻ നിത്യതയിൽ ഉണ്ടാവണം. തന്റെ ജീവിതത്തിലെ ദൈവത്തോടുള്ള അനുസരണം തന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. അദ്ദേഹം സ്നാനപ്പെടണം. അവരെയൊക്കെ ഒത്തിരി കാലം കൊണ്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ പെട്ടെന്ന് അദ്ദേഹം വീണ്ടും ഇന്ന് രാവിലെ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റായി. നേരത്തെ നമുക്കറിയാം വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. ഇനി വളരെ അധികം തനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ദൈവത്തിന്റെ ഒരു സൗഖ്യവും വിടുതലും കൊടുത്ത് കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് അഥവാ മാറ്റപ്പെടണമെങ്കിൽ അങ്ങനെ പോകുവാനൊക്കെ ഇടയാകേണ്ടതിനായിട്ട് ആ കുടുംബത്തിലെ കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്യേണ്ടതിനായിട്ട് പ്രിയമാരുടെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഈ സമയം അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ വീണ്ടും നോക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രിയമായതിനെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ സൗഖ്യത്തിന്, തന്റെ സൗഖ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മകൻ ഈ ദിവസങ്ങളിൽ അങ്ങയെ കൂടുതൽ അറിയുവാൻ, രുചിച്ചറിയുവാൻ ഇടയാക്കി കർത്താവേ. പക്ഷേ നീ തന്റെ ശരീരത്തിലുള്ള സൗഖ്യം പൂർണ്ണമായിട്ട് കൊടുക്കണേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, നിന്റെ അത്ഭുതം കാണുവാൻ ഈ ദിവസങ്ങളിൽ ആ കുടുംബത്തിന് ഇടയാക്കണമേ കർത്താവേ.
കർത്താവേ. അങ്ങയുടെ കരം വെച്ച മകനെ സൗഖ്യമാക്കണമേ. ലോഡ് അങ്ങ് പ്രവർത്തിക്കണമേ. ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയം തന്റെ ശരീരത്തിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു വിടുതൽ വ്യാപരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം ആ ശരീരത്തിൽ വ്യാപരിക്കുവാനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ നമുക്ക് ഷീബാൻഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വീണ്ടും ആ മകൾ രോഗബാധിതയായിരിക്കുന്നു. പനിയും മറ്റു പ്രയാസങ്ങളും ബാധിച്ചിരിക്കുന്നു. നമുക്കറിയാം ആ സഹോദരി ക്യാൻസർ ബാധിതയാണ്. നിരന്തരമായിട്ട് വീണ്ടും ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ തന്റെ ശരീരത്തിൽ നേരിടുന്നു. ആ പ്രിയ ആന്റിയുടെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പച്ചാ, ഞങ്ങൾ ആന്റിയെ തിരുക്കരങ്ങൾ തരുന്നു. അവിടുന്ന് പ്രവർത്തിക്കണമേ ലോർഡ്. അങ്ങ് പലപ്പോഴും ആ കൊടുത്ത സൗഖ്യം കർത്താവേ, അതിനെല്ലാം ഞങ്ങൾ ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവേ, ഈ സമയം പൂർണ്ണമായി അങ്ങ് പ്രവർത്തിക്കണമേ. തന്റെ ശരീരത്തിന് വേണ്ട ആരോഗ്യം കൊടുക്കണമേ കർത്താവേ. ആ പനിയുടെ മറ്റു പ്രയാസങ്ങളിൽ നിന്നെല്ലാം അവിടുന്ന് വിടുവിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓ, നിന്റെ കരം വെച്ച് അവിടുന്ന് പ്രവർത്തിച്ച് മഹത്വമെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ ഞങ്ങളുടെ മറ്റു ചില പ്രിയപ്പെട്ടവരും രോഗികളായിരിക്കുന്നു. അവരുടെ എല്ലാം സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ കരം വയ്ക്കണമേ കർത്താവേ. കർത്താവേ, അതുപോലെ ഞങ്ങളുടെ സംസ്ഥാനത്തിലെ ഇത്തരം പകർച്ചവ്യാധികൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് ഞങ്ങളുടെ സംസ്ഥാനത്തെ വിടുവിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ ദേശത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നീ പ്രവർത്തിക്കണമേ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, രോഗികളായി കഴിയുന്നവരെ എല്ലാം അങ്ങ് ആശ്വസിപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. സംസ്ഥാനത്തെ മൊത്തമായി വിടുവിക്കണമേ. അത് മാത്രമല്ല കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടുന്ന മഴയെ കർത്താവേ, ഈ കാലത്തിൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന മഴ അവിടുന്ന് അനുഗ്രഹിച്ച് തരേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ ലോർഡ്, അവിടുന്ന് പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ സംസ്ഥാനത്തെ സമൃദ്ധിയിലേക്ക് നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓ ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിനായി വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്കിളിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രിയമകനും കൊടുത്തിരിക്കുന്ന വിടുതലുകൾക്കായിട്ട് ഞങ്ങൾ വീണ്ടും സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ തനിക്ക് പൂർണ്ണമായ ആരോഗ്യം ലഭിക്കുവാനും നിന്റെ വേലയിൽ അധികം വർദ്ധിച്ചു വരുവാനും ഒക്കെ ഇടയാനേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓ ഹല്ലേലൂയ. ആന്റിക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കൊടുത്ത സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പൂർണ്ണമായ സൗഖ്യം കർത്താവേ കൊടുത്ത് ആ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുവാൻ അവർ സഹായിക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മക്കളായിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം അവിടുത്തെ വലിയ പരിപാലനവും അവിടുത്തെ കൃപകളും കൊണ്ട് അവരെ നിറയപ്പെട്ടിരിക്കാൻ സഹായിക്കണമേ ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു കർത്താവേ. ഇന്ന് ഞങ്ങൾ എന്താണ് കർത്താവേ നിന്നിൽ നിന്ന് അറിയേണ്ടത് കർത്താവേ, അതെല്ലാം ഞങ്ങള് കേൾക്കുവാനും ഒക്കെ ഇടയാവേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ പരസ്പരം ധൈര്യം പ്രാപിക്കാനും ഉത്സാഹം പ്രാപിക്കാനും എല്ലാം ഇടയാകട്ടെ. ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങളുടെ കരങ്ങൾ വീണ്ടും സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ എല്ലാം ദിവസം കൂടെ നമുക്ക് താമസിച്ചായാലും കൂടെ ദൈവം ഇടയാക്കി നമ്മുടെ മീറ്റിംഗ് ഒക്കെ ഒരുപാട് താമസിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഈ പല രോഗികളായിരിക്കുന്നു. അവർക്ക് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ വിടുതൽ അവരെ അനുഭവിക്കണം. അതുപോലെ നമ്മളും കൂടുതൽ ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ അടുക്കുവാനും ദൈവത്തിന്റെ സാക്ഷികളാകാനും ഒക്കെ നമ്മളും അധികം ഉത്സാഹിപ്പിക്കണം. ദൈവത്തിന്റെ വഴിയിൽ അധികം ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ മെൻസ് ഫെലോഷിപ്പിൽ ഒരു സഹോദരൻ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളിൽ ഈ അന്യഭാഷ ഇങ്ങനെയൊക്കെ കുറെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നു. അങ്ങനെ ഒരു നീണ്ട ചർച്ചയിലേക്ക് ആ മെൻസ് ഫെലോഷിപ്പ്. പക്ഷെ അപ്പോഴേ അതിൽ കുറെ വ്യാജമായിട്ടുള്ള കുറെ കാര്യങ്ങളിലുള്ള സംശയങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ. അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ സംശയങ്ങൾ അത് വേറെയുണ്ട്. പക്ഷെ ഈ ദിവസങ്ങളിൽ നമ്മൾ ഓരോരുത്തരും
ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാനസാന്തരപ്പെട്ടവരെ ഒരു ഘട്ടത്തിൽ നമ്മൾ വഴികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ പാപികളാണെന്ന് ബോധ്യം വന്നുകൊണ്ട് നമ്മുടെ ദൈവം വലിയവനാണെന്നുള്ള തിരിച്ചറിവിൽ വന്നുകൊണ്ട് നമ്മൾ ഒരു ദിവസം മാനസാന്തരം, അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പക്ഷേ സംഭവിച്ചിട്ടുണ്ടാവും. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു അനുദപിച്ചു, ഒരു പക്ഷെ നമ്മൾ കരഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ വഴിയിൽ നിന്ന് തിരിച്ച് ദൈവത്തിലേക്ക് സഞ്ചരിക്കാൻ നമ്മൾ ഒരു ദിവസം ആഗ്രഹിച്ചു. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെല്ലാം മാനസാന്തരം. അത് കഴിഞ്ഞ് നമ്മളുടെ പലരും സ്നാനപ്പെട്ടു. അതിന് നമ്മൾ പരസ്യമായി ഏറ്റുപറഞ്ഞു, ഞാൻ മരിച്ചു, ലോകത്തിൽ എന്റെ ജീവിതം ഇവിടെ അവസാനിച്ചു, ഞാൻ മരിച്ചു, മരണപ്പെട്ടു, എന്റെ ശരീരം ഇനി അടക്കപ്പെടണം, എന്റെ ഈ ജഡത്തിന്റെ പ്രവൃത്തികളെല്ലാം അടക്കപ്പെടണം. ഞാൻ അടക്ക ശുശ്രൂഷയിലേക്ക് പോയി, ഞാൻ മുങ്ങി, ഞാൻ എണീറ്റു യേശുവിനോടൊപ്പം പുതിയ മനുഷ്യനായിട്ട്. അതും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കാം. അത് കഴിഞ്ഞൊരു വിഷയം കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ പരിശുദ്ധാത്മാവിനാണ് നിറയപ്പെടുന്നത്. കാരണം യേശു പറഞ്ഞിട്ട് പോയി, ഞാൻ പോയിട്ട്, നിങ്ങൾ യോഹന്നാൻ 14-16 ഒക്കെ വായിച്ചാൽ അതിൽ യേശു പറയുന്ന കാര്യങ്ങളുണ്ട് പരിശുദ്ധാത്മാവിനെ പറ്റി. ഞാൻ പോയിട്ട് ഒരു കാര്യസ്ഥനെ നിങ്ങൾക്ക് എന്നേക്കും നിങ്ങളെ കൂടെ ഇരിക്കാൻ വേണ്ടി അയച്ചു തരും. ആ കാര്യസ്ഥൻ നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തും. ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ ഈ വചനത്തിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തും, നിങ്ങളെ വഴി നടത്തും. ആ പരിശുദ്ധാത്മാവ് സ്വയമായിട്ടൊന്നും സംസാരിക്കില്ല. ആ പരിശുദ്ധാത്മാവ് എന്നെ മഹത്വപ്പെടുത്തും, എന്നിൽ നിന്നെടുത്ത് നിങ്ങളെ കാണിച്ചു. അവസാന നാളില് കർത്താവിന്റെ വരവിൽ, നിങ്ങൾ വരവിൽ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോലും ആ ആത്മാവ് നിങ്ങളെ ഉയർത്തും. ആ ആത്മാവിനെ നമ്മൾ പ്രാപിക്കുന്ന ഈ ദിവസങ്ങളില് നമ്മുടെ വിശ്വാസകോളത്തിലെ ആളുകളിൽ ചത്തിരിക്കുന്ന എന്തുകൊണ്ടാണ്? അവർക്ക് ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ ജീവിതം നരക തുല്യമാക്കിയാണ് അവർ കൊണ്ടുപോകുന്നത്. അവർക്ക് ദൈവത്തോടുള്ള വാസം അവർക്ക് അരോചകമായിരിക്കുന്നു. പലരും ചടങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സഭകളിലും ഒക്കെ ആരാധനയ്ക്ക് വേണ്ടിയെല്ലാം വരുന്നത്. അവർക്ക് ആ സന്തോഷമില്ല. ദൈവത്തിന്റെ സ്നേഹം ഇല്ല പകരപ്പെട്ടിരിക്കുന്നത്. അവന്റെ ആത്മാവിനാലാണ് നമ്മുടെ ഉള്ളങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിനെ നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാപിക്കണം. ഇതിന്റെ ഒരു ചെറിയ അനുഭവം ഞാൻ പറഞ്ഞോട്ടെ. ഞാനൊരു നക്സലൈറ്റും ഒരു നിരീശ്വരവാദിയൊക്കെ ആയിരുന്ന സമയത്താണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. എന്നെ ദൈവം പല വഴികളിലൂടെ നടത്തി എന്റെ ഇച്ഛാശക്തി എല്ലാം തകർത്ത് എന്നെ ദൈവീയമായ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് അന്ന് ഞാനൊരു പെന്തക്കോസ്ത് കൂട്ടായ്മകളിൽ ഞാൻ പോവുകയും അങ്ങനെയൊക്കെ ആ ഒരു ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കുക എല്ലാം ചെയ്ത സമയങ്ങളായിരുന്നു. പക്ഷെ എനിക്കൊരു സംശയം അപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ആൾക്കാർ ഈ അന്യഭാഷ പറയുന്നതും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു എന്ന് പറഞ്ഞ് കാണിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ വെറും മാനസികമായിട്ടുള്ള വിഭ്രാന്തികളായിട്ടും തട്ടിപ്പുകളുമായിട്ടുള്ള കരുതിയിരുന്നു. പക്ഷേ ഞാൻ ഒന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു, കർത്താവേ, നിന്റെ ആത്മാവ് സത്യമാണെങ്കിൽ നീ എന്നെ നിറയ്ക്കണം. ഞാനിതിനെ ഒരു ഹിപ്നോട്ടിസവും അങ്ങനെയുള്ള കാര്യങ്ങളായ മനഃശാസ്ത്രപരമായിട്ടുള്ള തട്ടിപ്പായിട്ടേ ഞാൻ കരുതിയിട്ടുള്ളൂ. പക്ഷേ ഇത് സത്യമാണെങ്കിൽ നീ എന്നെയും നിറയ്ക്കണം. പിന്നെ ഈ അന്യഭാഷ, എല്ലാവരും ഒരുപോലത്തെ ഭാഷ പറയുന്നു, ഇതൊരു അനുകരണമായിട്ടേ ഞാൻ കാണുന്നു. ഒരു അവിടുത്തെ പാസ്റ്റർ എന്ത് രീതിയിലാണോ അന്യഭാഷ സംസാരിക്കുന്നത് അതുപോലെയാണ് മറ്റുള്ളവരും ഒക്കെ പറയുന്നത്. ഇതൊക്കെ എനിക്കൊരു വിഡ്ഢിത്തരമായിട്ടേ തോന്നിയിട്ടുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു, എന്നെ ഒരു വ്യത്യസ്തമായ ഭാഷയാണ് നിന്നറിയുന്നത്. സത്യമാണ്. ഞാൻ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന എന്റെ വീട്ടിന്റെ, നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാം, വീട്ടിന്റെ ഇപ്പുറത്ത് ഒരു പാസ്റ്റർ താമസിക്കുന്നുണ്ടായിരുന്നു. അയാള് എന്റെ വീട്ടിന്റെ സൈഡിലുള്ള ഒരു റൂമുണ്ട്. ആ റൂമിലിരുന്ന് അയാൾ മണിക്കൂറുകൾ അന്യഭാഷ പറയും. ഞാനിതിനെ അയാളെ ഇട്ടിരിക്കുന്ന പേര് തന്നെ ഞാൻ കളിയാക്കി വിളിക്കുന്ന ഒരു പിക്നിക് പേപ്പേഴ്സ്, പിക്നിക് എന്ന് പറഞ്ഞിട്ടൊരു ഇതായിട്ടാണ് ഞാൻ ഈ മനുഷ്യൻ ഒരുപാട് കളിയാക്കി. പക്ഷെ ആ വീട്ടിൽ എല്ലാ തിങ്കളാഴ്ച ബൈബിൾ സ്റ്റഡി നടക്കുമായിരുന്നു. ആ
ബൈബിൾ സ്റ്റഡിയിൽ സൈലന്റ് ആയിട്ട് നടന്ന ഒരു ബൈബിൾ സ്റ്റഡിയിൽ ആ വീട്ടിൽ വെച്ച് ദൈവം എന്നെ പരിശുദ്ധാത്മാവിനാണ് എന്റെ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അവൻ എന്നെ നിറച്ചു. എന്റെ ഉള്ളിൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം എന്റെ ഉള്ളിൽ വന്നു. എനിക്ക് വ്യത്യസ്തമായൊരു ഭാഷ പറഞ്ഞ മനസ്സിലായോ? നമ്മൾ ആഗ്രഹിക്കുന്നു എങ്കിൽ, നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നുവെങ്കിൽ, അന്യഭാഷ പരിശുദ്ധാത്മാവിനെ നമ്മൾ ചോദിച്ചാൽ മതി. അതാണ് ബൈബിളിൽ പറയുന്നത്. ദൈവത്തോട് ചോദിച്ചാൽ മതി. നിങ്ങൾക്കറിയാം, ഒരപ്പൻ മീനിനെ ചോദിച്ചാൽ പാമ്പിന് നൽകുമോ? ഇങ്ങനെയൊക്കെ യേശുവിനെ ചോദിക്കുന്നുണ്ട്. അപ്പോ എത്രയധികം പരിശുദ്ധാത്മാവാണ് നമ്മള് ക്രിസ്തീയ ജീവിതത്തിലെ അന്ത്യത്തോളം നമുക്ക് പിടിച്ചിരിക്കണം. നമുക്ക് മുന്നേറണം. നമ്മുടെ വഴിയിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയണം. ആത്മാവിനാ നിറയപ്പെടും. അവന്റെ സാക്ഷിയാവണം. അവന്റെ ആത്മാവിൻ ആ ഫലങ്ങളാൽ നമ്മൾ നിറയപ്പെടണം. നമ്മളെ കാണുന്നവർ യേശുവിനെ കാണാനിടയാവണം. ഈ ദിവസങ്ങളിൽ നമ്മൾ എല്ലാവരും പരസ്പരം ഉത്സാഹിക്കണം. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോഴോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മുറിയിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. പലരുടെ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അവർ മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം അവരെ നിറച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാത്ത പ്രിയപ്പെട്ടവർ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാവിനാൽ നിറയപ്പെടണം. വിജയകരമായിട്ടുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾ വരണം. ഈ സമയം നമുക്ക് ആന്റിക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്റെ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, 3 ദിവസം താൻ ഇരുട്ടിന്റെ അവസ്ഥയിലായിരുന്നു. ഒന്നും എനിക്ക് അറിയില്ല. പക്ഷേ ദൈവാത്ഭുതകരമായിട്ട് വിടുവിച്ചു. അതിന്റെയൊക്കെ സാക്ഷ്യം നമുക്ക് കേൾക്കാം. അത് കഴിഞ്ഞ് ആർക്കെങ്കിലും എന്തെങ്കിലും വചനമോ എന്തെങ്കിലും ഒരു കാര്യം പറയാനോ പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞിട്ട് സനൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ചിലർക്ക് പരിചയം കാണത്തില്ല. ഹൈസ്കൂൾ അധ്യാപകനായിട്ട് വൈഫും ഹൈസ്കൂൾ അധ്യാപികയാണ്. നമ്മുടെ ചർച്ചിലെ വർഷിപ്പ് ലീഡറാണ്. അതുപോലെ ജൂനിയർ ചർച്ചിന്റെ കാര്യങ്ങൾ, നമ്മുടെ ചർച്ചിലെ കാര്യങ്ങളെല്ലാം അതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ബ്രദറാണ് നോക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ കേസറിൽ വന്നിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ദൈവത്തിന്റെ വചനങ്ങൾ നമ്മളോട് സംസാരിക്കും. അതുപോലെ അനുഗ്രഹമൊക്കെ സാക്ഷ്യം സംഭവിക്കാം.